ആറന്മുള MLA ശ്രീ അബിൻ വർക്കി കൊടിയാട്ടുകൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അബിൻ, ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് ഈ മണിക്കൂറുകൾ വളരെ വളരെ തിരക്കേറിയതാണ്. പ്രത്യേകിച്ച് ആറന്മുളയിൽ വലിയ രീതിയിൽ ഫുട്ബോൾ ഫൈനൽ ആഘോഷിക്കാൻ പോവുകയാണ് അബിൻ എന്നറിയാം. അപ്പോൾ ഈ രാത്രി ആർക്കൊപ്പമാണ്? ബ്രസീൽ ഫാൻ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ആർക്കൊപ്പമാണ്? ഞങ്ങൾ ആദ്യം ബ്രസീൽ ഫാനായിരുന്നു. ആദ്യമൊന്നല്ല, എപ്പോഴും ബ്രസീൽ ഫാനാണ്. പക്ഷേ ബ്രസീൽ തോറ്റു കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോർച്ചുഗലിൻ്റെ കൂടെ കൂടിയതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ പോർച്ചുഗലും തോറ്റു. പിന്നെ കുറേ ഫാൻസൊക്കെ ഫ്രാൻസിൻ്റെ കൂടെ കൂടാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ഫ്രാൻസും തോറ്റു. പക്ഷേ അവസാനം വന്ന് അർജൻറ്റീന സ്പെയിൻ മത്സരത്തിൽ എത്തി നിൽക്കുകയാണ്. പക്ഷേ എനിക്ക് ബ്രസീൽ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള ടീം അർജൻറ്റീന തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അർജൻറ്റീനയുടെ കളി കാണാൻ തന്നെയാണ് ഇഷ്ടം. അർജന്റീന ഈ കളിയിൽ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. സാധാരണ ഈ അർജന്റീന ഫൈനലിൽ എത്തി നിൽക്കുമ്പോൾ ഈ ബ്രസീൽ അടക്കം ബാക്കി തോറ്റുപോയവരെല്ലാവരും അർജന്റീന ഫാൻസിനെ ഭയന്നുകൂടി ഒരു നിലപാടെടുത്തു എന്നൊരു ചീത്തപ്പേരുണ്ട്. അങ്ങനെ അർജന്റീന ഫാൻസിനെ പേടിച്ചാണോ ഇങ്ങനെ ഒരു നിലപാട്? അല്ലല്ല, എനിക്ക് കളി ജയിക്കണത് ആരാന്നുള്ളതിൽ എനിക്ക് വേറെ അഭിപ്രായമാണ്. ഞാൻ പറയുന്നത് എനിക്ക് ബ്രസീൽ ടീം കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം അർജന്റീനയാണ്. മെസ്സിയുടെ അർജന്റീനയെ തന്നെയാണ്. പിന്നെ ഇഷ്ടം പോർച്ചുഗലാണ്. അത് നമ്മുടെ CR7 നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ തന്നെയാണ്. പക്ഷേ കളിയിൽ സ്വാഭാവികമാണ് ഞങ്ങൾ ബ്രസീൽ ഫാൻസിന്റെ എല്ലാ വൈകാരികതയും എന്നിലും ഉണ്ട് എന്ന് വിശ്വസിക്കുക. ശരി, ഇന്നത്തെ മത്സരത്തിൽ അർജന്റീനയ്ക്ക് ഒപ്പമാണ്. പക്ഷെ നേരത്തെ ഇങ്ങനെ സൂചിപ്പിച്ചു, അതായത് കളി ജയിക്കുക ആരാണെന്ന് ചോദിച്ചാൽ വേറെ അഭിപ്രായമാണെന്ന്. അതാരാണ്? അതെന്താണ് അങ്ങനെ ഒരു അഭിപ്രായത്തിലേക്ക് എത്താൻ കാരണം? അങ്ങനെയല്ല, അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം നല്ല ഫോമിലാണ്, മികച്ച ഫോമിലാണ് അർജന്റീന. അതിപ്പോൾ കഴിഞ്ഞ സെമി പോരാട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. മികച്ച ഗെയിമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ആ ഗെയിമിൽ ഒരു 70 മിനിറ്റിന് ശേഷമാണ് യഥാർത്ഥത്തിൽ അർജന്റീനയുടെ കളി തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അവരുടെ പാസും ഒക്കെ വളരെ സൂപ്പർ പാസുകളും, അത് മെസ്സി അടക്കമുള്ളവരാണെങ്കിലും വളരെ പിൻ പോയിൻറ്റ് പാസുകളും എല്ലാം വളരെ കൃത്യമാണ്. പക്ഷേ സ്പെയിനിൻ്റെ കാര്യവും വിപരീതമല്ല. കാരണം സ്പെയിന് ഫ്രാൻസുമായിട്ടുള്ള കളിയിൽ വളരെ മികച്ച കളിയാണ് സ്പെയിൻ പുറത്തെടുത്തത്. പ്രത്യേകിച്ച് ഈ ആദ്യം ലീഡങ്ങ് നേടിയതിന് ശേഷം പിന്നെ സ്പെയിൻ നടത്തിയത് വലിയ ഡിഫൻസാണ്. കാരണം സ്പെയിൻ്റെ ഗോൾ വലയിലേക്ക് യാതൊരു വിധത്തിലും ബോൾ വരാത്ത രീതിയിൽ തന്നെയാണ് അവരുടെ ഡിഫൻസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഈ ഫസ്റ്റ് ലീഡ് അവർ ചെയ്യുന്നില്ല ഒരു കളിയിലും. അത് ഈജിപ്റ്റ് കളിയാണെങ്കിലും അതിന് മുമ്പുള്ള കളികളിലാണെങ്കിലും ഫസ്റ്റ് ലീഡ് മറു ടീം ചെയ്തിട്ട് അവസാന ഘട്ടത്തിലാണ് അർജന്റീന തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തവണ ഫസ്റ്റ് ലീഡ് അർജന്റീന ചെയ്തില്ലെങ്കിൽ അർജന്റീനയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് ഡിഫൻസ് സ്പെയിൻ്റെ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഈ ലാസ്റ്റ് റൗണ്ടിൽ എല്ലാ കളികളെയും പോലെ അർജന്റീന ലീഡ് ചെയ്ത് കളി ജയിക്കുമെന്നുള്ള ഒരു ധാരണ എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് ആര് ലീഡ് ചെയ്യുന്നോ അവർ കപ്പടിക്കുമെന്നാണ് എൻ്റെ പ്രവചനം. ശരി.